ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കായിട്ടാണ്. നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത്. നമ്മൾ സാധാരണ ചെയ്യുന്ന കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ അതിന് ഞാൻ പേരിട്ടിട്ടുള്ളത് ഒരു കിളിക്കൂട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇടാം. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതിൻ്റെ കൂടെയുള്ള ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അതുപോലെ സജഷൻസും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഈ റമദാനിന് നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഉള്ളി ചെറുതാക്കി അരിഞ്ഞതിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഞാനിത് ഓയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഉള്ളി ചെറുതായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഞാൻ ഇഞ്ചി പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിയും. ഇല്ലെങ്കിൽ ആ തവി വെച്ചിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരിതാണ് കേട്ടോ. അപ്പം അതിന് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ തണുത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഒടിച്ചെടുത്താൽ മതി. അപ്പോൾ സ്പൈസൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ നെസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. മുളകൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്പൈസ് വേണ്ടവർക്ക് കൂട്ടി കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. നമ്മൾ ഇടിയപ്പത്തിന്റെ മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിലാക്കി എടുക്കുക. ഇപ്പൊ വെള്ളം അതിനനുസരിച്ച് നിങ്ങൾ ചേർത്തിട്ട് കുഴച്ച് നോക്കിയാൽ മതി. അപ്പൊ ഇനി ഇത് നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് കിളിക്കൂടിന്റെ ആ ഒരു കൂടിന്റെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇത് നമുക്ക് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല.
നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴച്ച ആ സമയത്ത് തന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാറില്ലേ, അതുപോലെ തന്നെ. അപ്പോൾ സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് മാവിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ ഇടിയപ്പത്തിന്റെ ഒരു കുറ്റി എടുത്തിട്ട്, എൻ്റെ ഒരു പഴയ കുറ്റിയാട്ടോ, ഇതിലേക്ക് നമുക്ക് ഈ മാവ് ഇട്ടിട്ടൊന്ന് നമ്മുടെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ വന്ന സമയത്തുള്ള അത്രയും പഴക്കമുള്ള ഒരു കുറ്റിയാട്ടോ അത്. നന്നായിട്ട് അടച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യാം. ഒന്ന് ചുറ്റിച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അധികം കട്ടിയിൽ ചെയ്യണ്ട, അപ്പൊ ക്രിസ്പി ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ഒരു 2 ലെയറായിട്ട് അങ്ങനെ ചെയ്താല് പെട്ടെന്ന് തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ട് കോരി മാറ്റാൻ പറ്റും. അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു ഭാഗം റെഡി ആവുമ്പോ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ ഭാഗം കൂടെ റെഡി ആവുമ്പോ നമുക്കിത് ഓയിലിൽ നിന്ന് കോരി മാറ്റാം. അപ്പൊ ഇത് നല്ല ക്രിസ്പായിരിക്കും കേട്ടോ. അപ്പൊ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണിത്. അപ്പൊ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പൊ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കയ്യിലേക്ക് തെറിക്കാണ്ടിരിക്കുക, ഓയില് തെറിക്കാതെ ശ്രദ്ധിക്കുക. ഇത് മറ്റേ ചെയ്ത പോലെ തന്നെ നമുക്കൊരു ഭാഗം റെഡി ആവുമ്പോൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പൊ നമ്മളിത് സേമിയൊക്കെ വെച്ച് ചെയ്യുന്നേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ മൊത്തം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉരുളക്കിഴങ്ങ് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ളത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റിയാണ്. നമ്മുടെ നെസ്റ്റിലുള്ള എഗ് ആക്കിയിട്ട് നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ചൂടുള്ള സമയത്ത് ചെയ്യരുത്. അപ്പൊ ഇത് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ഫ്രൈ ചെയ്യാം നിന്നാ മതി. അപ്പൊ പിന്നെ ഇത് ആ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിത് ചൂടാറി കിട്ടും. ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കാം. വലിപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് മൊത്തം ഇങ്ങനെ ഉരുളകളാക്കി മാറ്റാം. അപ്പൊ ഞാനങ്ങനെ മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുക്കിയെടുക്കാനുള്ള ഒരു ബാറ്റർ റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് സാധാ വെള്ളം തന്നെ ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുക്കാം. നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന്റെ ഈ ബൗളുകൾ ഇതില് മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഇപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുള്ള ഒരു ബാറ്ററാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് മാവുക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും ഒരു ലൂസാക്കിയിട്ടുള്ള ഒരു ബാറ്റർ തന്നെയാണത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഇതിക്ക് ഒഴിച്ചാൽ മതി. നമ്മൾ നേരത്തെ ഇടിയപ്പം ഫ്രൈ ചെയ്തല്ലോ, ആ ഒരു ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കുഴിയുള്ള
ചീനച്ചട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൾസ് പെട്ടെന്ന് മുങ്ങി കിടക്കും. ഇനി ആ ബാറ്ററിൽ നമുക്ക് ഓരോ ഉരുളക്കിഴങ്ങിന്റെ ബോൾസ് ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയ്ക്ക് തന്നെ ഇടണം കേട്ടോ, എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. ഇപ്പൊ നമ്മളിങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ എണ്ണ കുടിക്കൂല കേട്ടോ. എന്ത് ഫ്രൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇടുന്ന സമയത്ത് നല്ല തീയിൽ വെക്കുക, പിന്നെ തീ കുറച്ച് വെച്ചാൽ മതി. അപ്പൊ അതൊരു ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ആവും സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പൊ ഓരോ ബോളും നമ്മളിത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെ ഒരു പ്ലേറ്റിൽ സെർവ് ചെയ്യാന്ന് കാണിക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു നെസ്റ്റിന്റെ ഇടിയപ്പം അത് നമുക്ക് പ്ലേറ്റിലേക്ക് ഫസ്റ്റ് വെക്കുക. എന്നിട്ട് നമുക്ക് അതിന്റെ സെന്റർ ഒന്ന് ഹോളാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അത് നല്ല ക്രിസ്പി ആയതുകൊണ്ട് പൊടിയും അത്. ഇനി ഇതിന്റെ സെന്റർക്ക് നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ ഓരോ ബോൾസ് വെച്ചുകൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഈ ബോളും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ളതും രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കാൻ. നമുക്ക് ബാക്കിയുള്ളതും അതുപോലെ അതിന്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ചിട്ട് ഒരു നെസ്റ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കാം. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ലൊരു വെറൈറ്റി സ്നാക്കാണിത്. അപ്പൊ എല്ലാവരും ഈ ഇഫ്താറിന് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഇനി നമുക്ക് രണ്ട് ബോൾ ഞാൻ ഫ്രൈ ചെയ്യാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഉണക്കമുളകിന്റെ ഈ വാൽഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് കടുക് എടുക്കാം കേട്ടോ. നമുക്കൊരു ബേർഡിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. ബേർഡാവോന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഒരു കടുക് വെച്ചിട്ട് രണ്ട് ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ണിന്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് മുളകിന്റെ നമ്മൾ വാല് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും കൂടെ വെച്ചുകൊടുക്കുക. ബേർഡിന്റെ ചുണ്ടിന്റെ ആ ഒരു ഭാഗത്ത് വെച്ചുകൊടുക്കുക. അപ്പൊ ചെറിയൊരു കുഞ്ഞു ഒരു ബേർഡ്, ഇങ്ങനെ തൂവലൊന്നും ഇല്ലാത്തൊരു ബേർഡ് പോലെ ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്കിതിന്റെ കൂടെ ഇങ്ങനെ സെർവ് ചെയ്യുന്ന സമയത്ത് വെച്ചുകൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്താണല്ലോ, ഇതിങ്ങനെ കഴിക്കണേന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രം ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്യാണ്ട് ഞാൻ രണ്ട് ബോൾ മാറ്റി വെച്ചതായിരുന്നു. ഇപ്പൊ ഒരു കുഞ്ഞു ബേർഡ് പോലെ തോന്നുന്നുണ്ടാവില്ല, എങ്കിലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay, bye.